Good afternoon all. Good afternoon. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ തുഷാര മാത്രം ഉണ്ടായിരുന്നുള്ളോ? കഴിഞ്ഞ ക്ലാസ്സില് എത്ര പേരുണ്ടായിരുന്നു? ഷാരോണും ജിനുവും ഉണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ പോയാവോ? ടൈം ആയില്ലോ ക്ലാസ്സിന്റെ അല്ലേ? ഓക്കെ, 5 minutes കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി അവരെ ജോയിൻ ചെയ്യലുണ്ടായിരുന്നു. 5 minutes കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 5 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഷാരോൺ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ ഷാരോൺ, ലേറ്റ് ആയോ? കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ജിനു ഉണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഉണ്ടായിരുന്നു. ഓക്കെ, ജിനു കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസമായി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടില്ല. അതാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാത്തത് കേട്ടോ. കാരണം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഡിസാസ്റ്ററിന്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് നല്ല പോലെ ഒന്ന് വായിക്കണം കേട്ടോ. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല ഇതിലൊന്നും. പിന്നെ മാക്സിമം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, നമ്മള് ലാസ്റ്റ് വൺ ഈ ഒരു പോയിന്റ്സ് ആണ് പറഞ്ഞത്. നമുക്ക് അത് കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇൻക്രീസ് ദ ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസിലാണ് നമ്മൾ പറഞ്ഞത്. അതുവരെയാണ് നമ്മൾ ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു 6 പോയിന്റ്സോളാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ലോജിസ്റ്റിക് പ്ലാനിങ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക് പ്ലാനിങ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ലോജിസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ പ്ലാനിങ്, സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് വായിക്കാം. ദെൻ അതിന്റെ ഒരു മീൻസ് ഒരു സമ്മറൈസ് ചെയ്തിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നതാണ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലും പുറമേയും വരുന്ന പ്ലാനിങ്ങും മറ്റും കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? ടു ആൻഡ് ഫ്രം ദ സൈറ്റ് അതർ ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതും അങ്ങനെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ. അതുപോലെ സ്റ്റോർ പ്ലാനിങ്, സ്റ്റോറിൽ എന്തൊക്കെ ആവശ്യങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും. അതുപോലെ വരുന്നത് പേഴ്സണൽ പ്ലാനിങ്, മെഡിക്കൽ ആവാം നോൺ മെഡിക്കൽ ആയിട്ടുള്ള പ്ലാനിങ്ങുകളും മറ്റും. ഇനി വരുന്നത് ഓരോന്നിലും എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. മെഡിക്കൽ സ്റ്റാഫുകൾ. മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാര ആൻഡ് pre-clinical discipline and standby staff should be ready for service in the control room and command center. അപ്പൊ കമാൻഡ് സെന്ററിലും കൺട്രോൾ റൂമിലും ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫുകൾ സർവീസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം എപ്പോഴും. നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫ് ആരൊക്കെയാണെന്ന് നോക്കാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് should be able to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. അപ്പോ നഴ്സിംഗ് സൂപ്രണ്ട് ഒരു ലിസ്റ്റ് ഏതൊക്കെ സ്റ്റാഫുകളാണ് അതിന് വേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇനി ആൻസിലറി സ്റ്റാഫ്. ആൻസിലറി മീൻസ് അനുബന്ധ സഹായകമായിട്ടുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആൻസിലറി മെഡിക്കൽ സർവീസസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്കിലൊക്കെ ഉള്ള സ്റ്റാഫുകൾ. ആൻഡ് ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസസ്, എക്സാമ്പിൾ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷനും സ്റ്റോറിലും ഫാർമസിയിലും കിച്ചണിലും മറ്റനുബന്ധ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഷുഡ് ബി അവൈലബിൾ ആയിരിക്കണം. അതാണ് ആൻസിലറി സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. വോളണ്ടിയേഴ്സ്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഏരിയയിലും വോളണ്ടിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നതാണ് ഒരു വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ
volunteers എന്ന് പറയുന്നത് the role of which volunteers will assume during time of a disaster should be predetermined, rehearsed, coordinated and supervised by regular senior staff. എല്ലാ സ്റ്റാഫിനെയും എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, റെഗുലേറ്റ് ഒക്കെ ചെയ്യുക. ഇനി റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈയിങ് ഫിസിഷ്യൻ, nurse and retracted hospital workers or who have changed careers to work outside of healthcare services or now work in area other than direct patient care. റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിലെ ഫിസിഷ്യന്മാര് അല്ലെങ്കിൽ നേഴ്സ്, വർക്കേഴ്സ് എന്നിവരെ തിരിച്ചറിയുന്നവരായിരിക്കണം അവര്, അല്ലെ? അതുപോലെ തന്നെ ആരോഗ്യ സേവനങ്ങൾക്ക് ഹെൽത്ത് കെയർ സർവീസസിന് പുറത്ത് ജോലി ചെയ്യുന്നവരോ ആയിരിക്കണം ഈ റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ പ്ലാനിങ്, പൈസ ക്യാഷ് സംബന്ധമായിട്ടുള്ള പ്ലാനിങ്ങും മറ്റും. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് ആണ് ഇനി നോക്കുന്നത്. ഡിസാസ്റ്റർ ആക്ടിവേഷൻ. എന്താണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് നോക്കാം. അലർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ്. ഇതിന് നമ്മൾ അലർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്നാണ് പറയുന്നത്. അതായത് പ്ലാൻസ് ഫോർ അലർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി, സ്റ്റാഫ്, അതർ ഫെസിലിറ്റീസ് via phones, paging and mobilizing resource to suitable activated areas. അതായത് ഈ ദുരന്ത സമിതി അല്ലെങ്കിൽ എന്താണ് ഈ ദുരന്ത സമിതി ജീവനക്കാര് മറ്റു സൗകര്യങ്ങൾ എന്നിവയെ ഫോൺ മുഖേനയോ അല്ലെങ്കിൽ മറ്റു പേജുകൾ മുഖേനയോ എന്താണ് അറിയിക്കുന്നതിനും അനുയോജ്യമായിട്ടുള്ള സജീവമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് വിവരങ്ങളൊക്കെ എത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ് ഈ ഡിസാസ്റ്റർ ആക്ടിവേഷൻസിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കാം ഇൻസിഡന്റ് കമാൻഡർ. എന്താണ് ഇൻസിഡന്റ് കമാൻഡർ നോക്കാം കേട്ടോ. An incident commander who must be free to command and coordinate to overall disaster response must be appointed by hospital administration. Example, an emergency department physician with emergency medical service. അപ്പോ ഇൻസിഡന്റ് കമാൻഡർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്താണ്, ഇപ്പോ ദുരന്ത നിവാരണത്തിനുള്ള പ്രവർത്തനം നടത്തുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്, അല്ലെ? അപ്പൊ അതിനായിട്ടുള്ള നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാരെ എന്ത് ചെയ്യുക, ആശുപത്രി ICക്ക് നൽകുക, ആശുപത്രിക്ക് വേണ്ടി നൽകുക. അതിനുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നമുക്ക് ഹോസ്പിറ്റലിന് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതാണ് ഇൻസിഡന്റ് കമാൻഡർ എന്നുകൊണ്ട്. IC എന്ന് വെച്ചാല് ഇൻസിഡന്റ് കമാൻഡർ ആണ് കേട്ടോ. IC ഇൻസിഡന്റ് കമാൻഡർ ആണ് IC എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇൻസിഡന്റ് സ്റ്റാഫ് എന്താണെന്ന് നോക്കാം. The purpose of incident staff comprised of command and general staff is to providing hospital IC ആരാണ്, ഇൻസിഡന്റ് കമാൻഡർ ആണ് കേട്ടോ. IC ഇൻസിഡന്റ് കമാൻഡർ with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. അപ്പോ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ദുരന്ത നിവാരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ എന്ത് ചെയ്യുക, ആശുപത്രി ICക്ക് നൽകുക. IC എന്ന് വെച്ചാൽ ഇൻസിഡന്റ് കമാൻഡേഴ്സിന് നൽകുക എന്നതാണ്. ഇനി ബിയിൽ പറയുന്നത് എ സ്റ്റാഫ് കംപ്രൈസിംഗ് ദ സെവൻത് പൊസിഷൻ most a part of for a medium-sized disaster planning, logistic operations, finance, public relations, safety and security and license. അതായത് ഒരു ഇടത്തരം ദുരന്തത്തിന് അനുയോജ്യമായിട്ടുള്ള 7 സ്ഥാനങ്ങളാണ് പറയുന്നത്, അല്ലെ? ഒരു ഇടത്തരം ദുരന്തം എന്ന് പറഞ്ഞാൽ വലിയ അത്ര പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു ഇടത്തരം ദുരന്തത്തിന് പറയുന്ന ഒരു മെയിൻ ആയിട്ട് പറയുന്ന ഒരു 7 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? പ്ലാനിങ്, ആസൂത്രണം, ലോജിസ്റ്റിക്, സപ്ലൈയും കാര്യങ്ങളും, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, ദെൻ ഫിനാൻസ്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷ, അല്ലെ? സുരക്ഷയും അതുപോലെ സേഫ്റ്റി, അതുപോലെ തന്നെ ലൈസൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു മെയിൻ ആയിട്ട് 7 കാര്യങ്ങൾ ഒരു ഇടത്തരമായിട്ടുള്ള ദുരന്തത്തിന് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ,
Then when disaster strikes activities in hospital, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെ എന്തൊക്കെ സ്ഥാനങ്ങളാണ് അവിടെ ഉൾക്കൊള്ളുന്നത്, ആക്ടിവിറ്റീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. നോക്കാം. ദുരന്തം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിലെ ആക്ടിവിറ്റീസുകളാണ് നോക്കുന്നത്. Authorized individuals are called declare a doctor major അല്ലെ, അതായത് ഒരു നമുക്ക് ഡോക്ടർ മേജറെ നമുക്ക് എന്താ പറയാ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അംഗീകൃതമായിട്ടുള്ള ഒരു വ്യക്തികളെ, പ്രവർത്തനങ്ങള് മീൻസ് അംഗീകൃത വ്യക്തികളെ നമുക്ക് ഡോക്ടർ മേജർ എന്ന് വിളിക്കാം. ഓതറൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന, ഡിക്ലറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഡോക്ടർ മേജർ എന്ന് വിളിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തോളൂ. Authorized individuals are called declare a doctor major. Authorized individualsനെ നമുക്ക് ഡോക്ടർ മേജർ എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കാം. CEO, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ implements the disaster plan policy and fire departments are informed. അതായത് എന്താണ്, ഈ സിഇഒ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറോ നഴ്സിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഫിസിഷ്യൻസ്, ഡിസാസ്റ്റർ പോളിസി അല്ലെ. അപ്പോ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോ എന്തെങ്കിലും ഫയർ പരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ആരാണ്, സിഇഒയും മെഡിക്കൽ ഡയറക്ടറും. ഇവരാണ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നത്. ഇനി telephone operator announces Dr. Major 3 times every 30 seconds for period of 3 minutes. അതായത് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ 3 മിനിറ്റിനുള്ളിൽ ഓരോ 30 സെക്കൻഡിലും 3 തവണ ഡോക്ടർ മേജർ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഒരു ഓപ്പറേറ്റ് ചാർജർ ചെയ്യുന്നു അവര് അല്ലെ. അപ്പൊ അതായത് ടെലിഫോൺ ഓപ്പറേറ്റർ ടെലിഫോൺ അനൗൺസ് ചെയ്യുന്നു, 3 മിനിറ്റിൽ 30 സെക്കൻഡിൽ അവര് 3 ടൈമോളം ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നു. Then physicians and other staff who are off duty are recalled. All departments implement establishment procedure. Written instructions are given for manning important areas to medical staff and house officers by designated staff. അല്ലെ, അപ്പോ നമുക്ക് ഡ്യൂട്ടിക്ക് പുറത്തുള്ള ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയൊക്കെ തിരിച്ചു വിളിച്ചിട്ട് എല്ലാ വകുപ്പുകൾക്കും അല്ലെ, all departments implement, എല്ലാ വകുപ്പുകളും സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്യും, നടപ്പിലാക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു നിയുക്തമായിട്ടുള്ള ഒരു സ്റ്റാഫിനെ കൊണ്ട് ഒരു മെഡിക്കൽ ഓഫീസർമാർക്ക് പ്രധാന മേഖലകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ given to disaster chief of emergency room and triage area, emergency waiting room, staff holding room, emotionally disturbed patient areas, relatives waiting room, admitting office tray, department blood bank, CSSD, central sterilized department ആണ് കേട്ടോ. അത് പഠിക്കാനുണ്ട് നമുക്ക്. ചീഫ് ആർ അസൈൻഡ് ടു ഈ ഏരിയാസ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ട്രയേജ്. എന്താ ട്രയേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ട്രയേജ് അതായത് പെട്ടെന്ന് തന്നെയുള്ള ചികിത്സയിലെ, അതായത് എന്താ പറയാ, ഒരു ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യന്റിന് ചികിത്സ നൽകുന്നതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യന്റിന് ചികിത്സ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് ട്രയേജ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, ഇനി ഇപ്പോ ഡിസാസ്റ്റർ ചീഫ് അല്ലെ, ഡിസാസ്റ്റർ ചീഫ് അല്ലെങ്കിൽ ചീഫ് എമർജൻസി റൂം, ട്രയേജ് ഏരിയ, അതായത് മീൻസ് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് ട്രയേജ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ട്രയേജ് ഏരിയ, അതുപോലെ എമർജൻസി റൂം, വെയിറ്റിംഗ് ഏരിയ, അല്ലെങ്കിൽ വൈകാരികമായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ്, അസ്വസ്ഥത അനുഭവിക്കുന്നത്, ബന്ധുക്കളുടെ വെയിറ്റിംഗ് ഏരിയ, അങ്ങനെയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എന്നിവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോ ഇനി ഈ പറഞ്ഞ പ്രധാന മേഖലയിലാണ് ചീഫുകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവരാണ് ഈ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ചീഫാണ്. ഓക്കെ, ട്രയേജ് നോക്കാം. അതുപോലെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇനി security and support personnel control of the traffic triage is initiated next to ambulance entrance. അതായത്
സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അതുപോലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് അടുത്തായിട്ട് ആരംഭിക്കുന്ന ആംബുലൻസ് പ്രവേശനങ്ങൾ കേട്ടോ. ഇനി ട്രയേജ് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്ന്. ട്രയേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് കൊടുക്കുന്ന ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. അതായത് എന്താണ്, കാര്യകാരണങ്ങളാൽ കുന്നുകൂടാനായിട്ട് അനുവദിക്കരുതെന്ന്. മീൻസ് അധികം ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ കുന്നുകൂടാൻ പാടില്ല. സോർട്ട് പേഷ്യന്റ് റാപ്പിഡലി, അല്ലെ, രോഗികളെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, അടുക്കുക, വേഗത്തിൽ തന്നെ പേഷ്യൻസിനെ സമീപിക്കുക. ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി, അവരെ ഉചിതമായിട്ടുള്ള ടാഗ് ചെയ്യുക. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്, അതിന്റെ ഉചിതമായിട്ടുള്ള ചികിത്സാ മേഖലയിലേക്കുള്ള റൂട്ടിലേക്ക് തന്നെ എന്ത് ചെയ്യുക, പേഷ്യൻസിനെ കൊണ്ടുപോകുക. അതായത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഈ ട്രയേജിൽ വരുന്നത്. ഗുരുതരമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയേജ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എമർജൻസി റൂം. നമുക്കറിയാം എമർജൻസി റൂം എന്ന് പറഞ്ഞാൽ എമർജൻസി പേഷ്യൻസ് ആയിരിക്കുമല്ലോ അവിടെ കൂടുതലുള്ളത്. ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, അതായത് കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളത്. ലൈഫ് ത്രെട്ടനിങ് അല്ലെങ്കിൽ ഹെമറേജ് ഒക്കെ, രക്തസ്രാവം, അമിത രക്തസ്രാവം മൂലമോ അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ്, ജീവന് ഭീഷണിയായിട്ടുള്ള തരത്തിലുള്ള പേഷ്യൻസ് ആണ് എമർജൻസി റൂമിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, സർജറി. സർജറിയിൽ നമുക്കറിയാം സീരിയസ് കാഷ്വാലിറ്റീസ്, അല്ലെ, അതായത് സീരിയസ് ആയിട്ട് വരുന്ന ഗുരുതരമായിട്ടുള്ള എന്താണ് പരിക്കുകൾ, അതുപോലെ തന്നെ എന്താണ് ചെസ്റ്റ്, നെഞ്ചുവേദന, അതുപോലെ തന്നെ അബ്ഡോമിനൽ ട്രോമ. അബ്ഡോമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തുറന്നൊടിവുകള്, ഓപ്പൺ ഫ്രാക്ചർ, തുറന്നൊടിവുകൾ. അബ്ഡോമിനൽ ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് വയറുവേദന, നെഞ്ചുവേദന, അങ്ങനെയുള്ള കേസസുകളൊക്കെയാണ് അവിടെ സർജറിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഡെലിവറി സ്യൂട്ടില്. ഡെലിവറി സ്യൂട്ടിൽ എന്തൊക്കെ വരും? വുമൺ ഇൻ ലേബർ, അല്ലെ, ലേബർ റൂമിലുള്ളത്. കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വരുന്നത്. ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ, ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള വീഴ്ചകളൊക്കെ വരുന്നിട്ടുള്ള അങ്ങനെയുള്ള മുറിവേറ്റ ഗർഭിണികളൊക്കെ ഇല്ലേ, കൂടുതൽ എന്തെങ്കിലും വീഴ്ചകളൊക്കെ പറ്റിയ ഗർഭിണികളൊക്കെയാണ് ഡെലിവറി സ്യൂട്ടിൽ വരുന്നത്. ഇനി വരുന്നത് നാലാമതായിട്ട് ICU. ICUയിൽ വരുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ എമർജൻസീസ്, എമർജൻസി പേഷ്യൻസ്. OPയിൽ വരുന്നത് അൺസാൽവേജബിൾ കേസസ്. OPയിൽ വരുന്നത് അൺസാൽവേജബിൾ കേസസ് ആണ് അഞ്ചാമത്തെ കേട്ടോ. അതായത് എന്താ പറയാ, പരിഹരിക്കാനാവാത്ത കേസുകളൊക്കെ ഇല്ലേ, കുറെ മറ്റു അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്ന കേസസുകളാണ് അൺസാൽവേജബിൾ എന്ന് പറഞ്ഞാല് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കേസസ്. ദെൻ ആറാമത്തത് വരുന്നത് റേഡിയോളജി, ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപീഡിയാക്സ് ആൻഡ് ദെൻ, അതായത് റേഡിയോളജി വരുന്ന പേഷ്യൻസ്, ഒടിവുകള്, അങ്ങനെയുള്ള ചതവുകൾ, ഒടിവുകളൊക്കെ വരുന്ന പേഷ്യൻസുകൾ. ദെൻ എട്ടാമത്തെ പോയിന്റ് സൈക്കാട്രി. സൈക്കാട്രിയിൽ വരുന്നത് ഹിസ്റ്റീരിയ, ബിഹേവിയർ എമർജൻസീസ്, അതായത് പെരുമാറ്റത്തിലെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മൈൻഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള മാനസികപരമായിട്ടുള്ള അങ്ങനെയുള്ള മെന്റലി പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ് സൈക്കാട്രി ഏരിയയിൽ വരുന്നത്. നമുക്കറിയാലോ സൈക്കാട്രി എന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ള മാനസിക നില തെറ്റിയിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. മെഡിറ്റേഷൻ റൂം അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ധ്യാന മുറികളും മറ്റും, അല്ലെ. അതുപോലെ തന്നെ സെമിനാർ റൂം, അൺഇഞ്ചേർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ്, റിലേറ്റീവ്സ് ഒക്കെ സെമിനാർ റൂമിൽ വന്നിരിക്കാം, അല്ലെ. പരിക്കൊന്നിയ രോഗികൾക്ക് ഡിസ്ചാർജ് ചെയ്ത രോഗികളും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെയാണ് സെമിനാർ റൂമിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഏരിയാസ് ക്ലിയർ ആയോ? വായിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, വായിച്ചെടുക്കാവുന്നില്ല, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് ഞാൻ അധികം റിപ്പീറ്റ് ചെയ്യാത്ത കേട്ടോ. കുറച്ച് സ്പീഡപ്പ് ആയിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. വലിയ ബുദ്ധിമുട്ടില്ല, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ അതോട്ട് വിഷമിക്കണ്ട, വലിയ കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കാം. നമ്മൾ ചില ടേംസും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അപ്പൊ ട്രീറ്റ്മെന്റ് ഏരിയാസ് നമ്മൾ നോക്കി. ഇനി അതിന് താഴെയുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം കേട്ടോ. ഡെഫിനിറ്റ് കെയർ ഇനിഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്കറിയാം കൃത്യമായിട്ടുള്ള പരിചരണം എത്രയും വേഗം ആരംഭിക്കാം. ഡാറ്റ റിസീവ്ഡ്, recorded and directed to business office, admitting office and public relation office for coordination and release, അല്ലെ. അതായത് ഏകോപനത്തിനും
ആ ഒരു ഏകോപനത്തിനും സംയോജനത്തിനും വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസ് എന്നിവയെ കൺവെന്റ് ചെയ്യുന്ന ഡാറ്റ സ്വീകരിച്ചും റെക്കോർഡ് സ്വീകരിച്ചും നിർദ്ദേശിച്ചിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, കോർഡിനേഷൻസ് ഒക്കെ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, പേഷ്യന്റ് ഹു ആർ ഡിസ്ചാർജസ് ആർ ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് ഡിസ്ചാർജ് ഓഫീസ് അല്ലെ. അപ്പോ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികളെ ഈ അഡ്മിറ്റ് ഡിസ്ചാർജ് ഓഫീസിലേക്ക് കൊണ്ടുപോവുക. ഇനി ഡിസാസ്റ്റർ ചീഫ് മെഡിക്കൽ ഡയറക്ടർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, സിഇഒ മേ ഓതറൈസ് ആൻഡ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അപ്പോ ഈ ഡിസ്ചാർജ് ചീഫ് മെഡിക്കൽ ഡയറക്ടറും എന്ത് ചെയ്യുക, സിഇഒ എന്നിവർക്ക് എല്ലാം ഓൾ ക്ലിയർ, എല്ലാം വ്യക്തമായിട്ടുള്ളൊരു എന്താണ് പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകണം, അനൗൺസ്മെന്റ് കൊടുക്കുക. ലാസ്റ്റ് വൺ, the telephone operator will then make an all clear announcement over the public address. Says she will announce code green. അല്ലെ. അപ്പൊ അതായത് എന്താണ്, ടെലിഫോൺ ഓപ്പറേറ്റർ പിന്നീട് എന്ത് ചെയ്യുക, ഒരു പൊതുവിലാസത്തില് വ്യക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തണമെന്ന്. അവൻ ഒരു കോഡ് ഗ്രീൻ പ്രഖ്യാപിക്കും. എല്ലാം സെറ്റ് ആയി എന്നുള്ളൊരു അലേർട്ടാണ് കോഡ് ഗ്രീൻ പ്രഖ്യാപിക്കുന്നത്. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ, ഡിമൊബിലൈസേഷൻ ഫേസ് ആണ് കേട്ടോ അത്. നമ്മൾ നേരത്തെ ഡിസാസ്റ്റർ ഫേസ് പറഞ്ഞില്ലേ, ഇനി ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസിൽ എന്താണ് പറയുന്നത് നോക്കാം. Declaring the disaster to be over, the decision to deactivate the hospital emergency plan should be taken after exact evaluation of situation by the incident commander and other hospital administrator. The deactivations should be not to be early, premature, or too late. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts, which is difficult to overcome. എങ്ങനെയാണ്, അതായത് ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് ഡിസാസ്റ്റർ ആക്ടിവേഷൻസില് ദുരന്തം അവസാനിച്ചിട്ടുള്ളതാണല്ലോ, ദുരന്തമൊക്കെ കഴിഞ്ഞു. അപ്പോ ദുരന്തം അവസാനിച്ചതായിട്ട് നമ്മളവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു ഫേസിൽ. അതുപോലെ തന്നെ ഈ മറ്റേ ഇൻസിഡന്റ് കമാൻഡറും മറ്റേ ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററും സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് അപ്പോഴത്തെ സിറ്റുവേഷൻ കൃത്യമായിട്ട് വിലയിരുത്തിയ ശേഷം എന്ത് ചെയ്യും, ആ ഒരു എമർജൻസി പ്ലാൻ സജീവമാക്കാനുള്ള തീരുമാനം എടുക്കും. അപ്പോ അതിന് നേരത്തെയോ അല്ലെങ്കിൽ വൈകിയോ ആയിരിക്കരുത്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്ലാൻ എന്ത് ചെയ്യുക, പ്ലാനുകളും കാര്യങ്ങളും കൊണ്ടുവരിക അല്ലെ. അപ്പൊ അടിയന്തരമായിട്ട് തന്നെ വീണ്ടും സജീവമാക്കുക. അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവനക്കാരുടെ അവർക്കൊരു ക്ഷീണവും ആരംഭിക്കുന്നതും മറികടക്കാനൊക്കെ പ്രയാസമാണ്. മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ഡിസാസ്റ്റർ ദുരന്തം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ അവസാനിച്ചു കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇത്രയും എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷൻ ഒന്ന് വായിക്കാം. ട്രീറ്റ്മെന്റ് ഏരിയാസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വായിച്ചോളൂ, കുഴപ്പമില്ല, വായിച്ചാല് കിട്ടും, വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ട്രീറ്റ്മെന്റ് ഏരിയാസ് ഒന്ന് വായിക്കാം. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ ഓരോ റൂമുകളും കാര്യങ്ങളും അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. IC എന്ന് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡറിനാണ് കേട്ടോ. IC എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. IC ഇൻസിഡന്റ് കമാൻഡർ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ.
കംപ്ലീറ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. ലാസ്റ്റ് പാരഗ്രാഫും കൂടി ഒന്ന് വായിക്കണേ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാം. കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്നും പറയണേ, വായിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വായിച്ചോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ, വലിയ ബുദ്ധിമുട്ടില്ല. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചർ പറഞ്ഞുതരാം, വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നത്. ഓക്കെ, അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല കേട്ടോ ഇവിടെ. ദെൻ ഇന്ന് നമ്മൾ നോക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ, അല്ലെ? അതായത് നമുക്കറിയാം, മാധ്യമങ്ങൾക്ക് വിവരങ്ങളും മറ്റും കൈമാറുന്നു, സന്ദേശങ്ങളൊക്കെ കൈമാറുന്നു. ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. പേഷ്യന്റ് റിലേറ്റീവ്സിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും നടുവിൽ ഒരു മീഡിയ ആയിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെ? എന്താണ്, മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സെൻട്രലൈസസ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റി. സെൻട്രലൈസസ് മീൻസ് കേന്ദ്രീകൃതമായിട്ട്, അല്ലെ? അതായത് ഇൻഫോർമേഷൻ അബൌട്ട് സെൻട്രലൈസ്ഡ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ് മീൻസ്, അതായത് എന്താണ്, നശിക്കുക, നശീകരണം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. നാശനഷ്ടങ്ങൾ കേട്ടോ, നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ കേന്ദ്രീകരിക്കുക. ഇനി കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്, അല്ലെ? ഫോട്ടോഗ്രാഫുകളൊക്കെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. പ്രിപ്പയർ ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റി ലിസ്റ്റുകൾ. നാശനഷ്ടങ്ങളുടെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചത്, അതിന്റെയൊക്കെ എന്ത് ചെയ്യുക, ലിസ്റ്റ് എടുക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ, അത്യാഹിത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റിമൈൻ ഇൻ their area, defer all daily activities. എന്താണ്, നമുക്കറിയാം, അവരുടെ ആ ഒരു റിമൈൻ ദ ഏരിയ, ആ ഏരിയയിൽ തന്നെയാണ് തുടരുക. എന്താണ്, എല്ലാം വ്യത്യസ്തമാക്കുക. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായി മാറിപ്പോകുമല്ലോ ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഈ ദുരന്ത ബാധിതരെയൊക്കെ സ്വീകരിക്കാനും റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറായിരിക്കണം, അല്ലെ? ഈ അടിയന്തര ജീവൻ രക്ഷാ നടപടികളൊക്കെ അവർക്ക് ആവശ്യമാണെന്ന്. ഇനി സെക്കൻഡ് പോയിന്റ്, സീ ദാറ്റ് എക്സ്ട്രാ നേഴ്സ് ആർ അസൈൻഡ് ഫ്രം ദ ഫ്ലോർസ്. അങ്ങനെയുള്ള ഫ്ലോറുകളിൽ എക്സ്ട്രാ നേഴ്സിനെ ഒന്ന് അസൈൻ ചെയ്യുക, കൂടുതൽ നേഴ്സിനെ എന്ത് ചെയ്യണം, നിയോഗിക്കുക. ദെൻ ആർ അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർഡ്സ് ആർ bought and kept in readiness in the triage area. Triage area ഏതാണ് ഞാൻ പറഞ്ഞു, അത്യാവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ചികിത്സ വേണ്ടി വരുന്നതാണ് ട്രയേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ട്രയേജ് ഏരിയയിൽ എന്താണ്, ക്രാഷ് കട്ടുകൾ വാങ്ങുകയും അതുപോലെ തന്നെ സൂക്ഷിക്കുകയും സജ്ജമാക്കിയിരിക്കണം.
Then make sure that a portable X-ray machine bought and kept in emergency department. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോർട്ടബിൾ എക്സ്റേ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്റേകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പേഴ്സണൽ വരുന്നത്. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. Then next one, security, സുരക്ഷ. സുരക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. Some of the duties suggested are, എന്തൊക്കെയാണ് സുരക്ഷ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സുരക്ഷയിൽ വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Some of the duties suggested are work in close cooperation with the local police. അല്ലെ, അതായത് ആ ഒരു ഏരിയയിലത്തെ ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ലോക്കൽ പോലീസുമായിട്ട് ഒരു സഹകരണ കോഓപ്പറേഷൻ ആയിട്ട് അല്ലെ സഹകരണ ബന്ധം പുലർത്തുക. മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അതായത് ആശുപത്രിക്ക് അകത്തും പുറത്തും ഒരു ക്രമം പാലിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഡയറക്ട് ട്രാഫിക് സോ ആസ് നോട്ട് ടു ബ്ലോക്ക് ദ ഫ്രീ എൻട്രി ഓഫ് പേഷ്യൻസ് കെയറിംഗ് വെഹിക്കിൾസ് ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ആശുപത്രിയിലേക്കും പുറത്തുമായിട്ട് വരുന്ന വാഹനങ്ങളിൽ വരുന്ന രോഗികളെ സൗജന്യ പ്രവേശനം തടയാതിരിക്കാനായിട്ടുള്ള നേരിട്ടുള്ള ഗതാഗതങ്ങളൊക്കെ സജ്ജീകരിച്ച് കൊടുക്കുക. പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് എന്താണ്, ആശുപത്രിയുടെ ഇൻസ്റ്റാളേഷൻസ് ഒക്കെ പരിരക്ഷിക്കുക. എക്സാമ്പിൾ എന്തൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസും പവർ സ്റ്റേഷനും ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, restrain and strictly control access to the hospital, direct the entry for authorized persons to appropriate areas. അതായത് എന്താണ്, ആശുപത്രിയിലെ പ്രവേശനങ്ങളൊക്കെ നിയന്ത്രിക്കുകയാണ്. ഓരോ കർശനമായിട്ട് തന്നെ അത് നിയന്ത്രിക്കണമെന്ന് അല്ലെ. അപ്പോൾ അംഗീകൃത വ്യക്തികൾക്ക് ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഇപ്പോ ആംബുലൻസ് ടു എമർജൻസി കെയർ, റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയ, മീഡിയ ടു പീഡിയ റൂം. അപ്പോ ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിലും എല്ലാവരും കൂടി ഓരോയിടത്തേക്ക് തടിച്ചുകൂടി കയറാതെ ഇപ്പൊ ആംബുലൻസിന്റെ എമർജൻസി സർവീസിലോട്ട് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയയിൽ ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഓരോ ഏരിയയിലും റെസിസ്റ്റർ ആയിട്ടുള്ള ഏരിയകളിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ സജ്ജീകരിക്കുക. പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഓൾ ഹോസ്പിറ്റൽ പേഴ്സണൽ ഷുഡ് വെയർ ഐഡന്റിറ്റി കാർഡ്സ്. എല്ലാ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട വ്യക്തികളും അതിന്റെ ഹോസ്പിറ്റലിന്റെ ID കാർഡ് ധരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സെക്യൂരിറ്റിയിൽ വരുന്നത്. ഓക്കെ, പബ്ലിക് റിലേഷൻ തുടങ്ങി ഇതുവരെ ഒന്ന് വായിക്കാം കേട്ടോ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. സെക്യൂരിറ്റി വരുന്ന കംപ്ലീറ്റ് വായിക്കണേ. അത്രയും വായിക്കാം കേട്ടോ. പബ്ലിക് റിലേഷൻസിന് വരുന്ന 5 പോയിന്റ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിക്കാം. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് സെക്യൂരിറ്റിയും കൂടി വായിക്കണം. കംപ്ലീറ്റ് ആയിട്ട് മതി അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത്. ദെൻ സെക്യൂരിറ്റിയും കൂടി ഒന്ന് വായിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. വായിച്ചു നോക്കാം സെക്യൂരിറ്റി.
വായിക്കാം കേട്ടോ. സെക്യൂരിറ്റി എല്ലാ പോയിന്റ്സും വായിക്കണേ. കംപ്ലീറ്റ് ആയോ? വായിച്ചോ എല്ലാവരും? സെക്യൂരിറ്റി കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. വായിച്ചോ. വായിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് എടുക്കാം. കംപ്ലീറ്റ് ആയോ? വായിച്ചോ? എന്താ ഇവിടെ മൂന്നുപേരും? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ട്രയേജ് എന്താണെന്ന് നോക്കാം കേട്ടോ. ട്രയേജ് എന്താ? ട്രയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ട്രയേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രയേജ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇവിടെ ട്രയേജ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദയർ റിക്വയർമെന്റ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ട്രയേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് കമ്പയർഡ് ടു ദയർ ചാൻസ് ഓഫ് ബെനഫിറ്റിംഗ് ഫ്രം സച്ച് കെയർ. ട്രയേജ് ഈസ് ഡൺ ഇൻ എമർജൻസി റൂം. അല്ലെ, എവിടേക്കാണ് നമുക്ക് ഈ ഒരു ട്രയേജ് കെയർ കൊടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. എവിടേക്കാണ്? അതായത് അടിയന്തരമായിട്ടുള്ള ചികിത്സ നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷം എവിടേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? എമർജൻസി റൂം. ഡിസാസ്റ്റർ ആൻഡ് വാർ അല്ലെ, നമുക്കറിയാം ദുരന്തങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രയേജ് കൊടുക്കാൻ സാധിക്കും. When limited medical resource must be allotted in to enhance the number of survivors. Survivor എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് അവര് എന്താ പറയാ, അതിജീവിച്ചു എന്നൊക്കെ പറയില്ല. ഇപ്പൊ യുദ്ധത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഈ ഒരു ട്രയേജ് നൽകാം. അത് എന്താ പറയാ, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രമല്ല നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ അധികം റിസോഴ്സുകളും കാര്യങ്ങളൊന്നും അലൗഡ് ആയിട്ടില്ല. പക്ഷെ ഒരു ദുരന്തമൊക്കെ സംഭവിക്കുമ്പോൾ, യുദ്ധമൊക്കെ സംഭവിക്കുമ്പോൾ അത്രയും പേഷ്യൻസിന് നോക്കാനുള്ള റിസോഴ്സ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഉള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയേജ്, അതായത് അടിയന്തരമായിട്ടുള്ള ചികിത്സ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അതാണ് ട്രയേജിൽ പറയുന്നത്. ഓക്കെ ആണോ? ട്രയേജ് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് കോൾഡ് ട്രയേജ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് ട്രയേജ് എന്നുള്ള ടേം ഒന്ന് പഠിക്കണേ. ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇനി നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ട്രയേജിൽ വരുന്ന ഓരോ കാറ്റഗറി തരംതിരിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കാറ്റഗറി 1 വരുന്നത് ആരൊക്കെയാണെന്ന് പറയാം കേട്ടോ. അപ്പോ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റുള്ള കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അവർക്ക് പ്രയോറിറ്റി 1 ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി ആണ് ടോപ്പിക് ഘടന. അവിടെ നമ്മളൊരു 20% പേരാണ് ഏകദേശം ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ എങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്ന് നോക്കാം. സെർവർ ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, hypothalamic shock, extremely severely injured, facial burns, burns to upper respiratory tract. ഈ ഒരു അവസ്ഥയിലേക്ക് ഉള്ളതാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു രക്തസ്രാവം അല്ലെങ്കിൽ ശ്വാസ തടസ്സങ്ങള്, ന്യൂമോതൊറാക്സ് അറിയാലോ, അതുപോലുള്ള ഹൈപ്പോതൊറാക്സ്,
പിന്നെ കൈകാലുകൾക്ക് ഗുരുതരമായിട്ട് പരിക്കുകൾ പറ്റിയത്, മുഖത്ത് ഭയങ്കരമായിട്ടുള്ള പൊള്ളൽ സംഭവിച്ചവര്, ശ്വാസകോശങ്ങളിൽ വരെ പൊള്ളൽ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുന്നത്. കാറ്റഗറി 1 20% പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ കാറ്റഗറി 2 വരുന്നത് ആരാണെന്ന് നോക്കാം. ഡിലേഡ് ട്രീറ്റ്മെന്റ് അപ്രോക്സ് ഒരു 40% ആണ് വരുന്നത്. അവർക്ക് പ്രയോറിറ്റി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി കൊടുക്കാം അല്ലെ. അതായത് ഡിലേഡ് ട്രീറ്റ്മെന്റ്, ഇച്ചിരി കൂടി വൈകിയുള്ള ചികിത്സ. മറ്റവർക്ക് എന്താണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ്, പക്ഷെ കാറ്റഗറി 2 കുറച്ചും കൂടി വൈകിട്ടുള്ള ട്രീറ്റ്മെന്റ്. അവിടെ വരുന്നത് ആരൊക്കെയാണ് നോക്കാം. ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻസ്, അബ്ഡോമൻ ഇഞ്ചുറീസ്, അബ്ഡോമൻ, തൊറാക്സ്, യൂറോജെനറ്റിക് ട്രാക്ട്, സ്കള്ള്, ബ്രെയിൻ, 2 and 3 degree ബേൺസ്. അപ്പൊ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? ഒടിവുകള്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥാനഭ്രംശം, എല്ലുകളൊക്കെ തകരാറുകളും സ്ഥാനം മാറിപ്പോകുക എന്നൊക്കെ പറയും അല്ലെ. അതുപോലെ തന്നെ തൊറാക്സ്, യൂറോജെനിക്കൽ, അങ്ങനെ തലയോട്ടി, തലച്ചോറിന് വരുന്ന പരിക്കുകള്, മറ്റു പൊള്ളലുകളൊക്കെയാണ്. 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ വരുന്ന ചെറിയ ചെറിയ പൊള്ളലുകൾ. ഓക്കെ, അതാണ് അപ്പോ കാറ്റഗറി 2 വരുന്നത് ഡിലൈഡ് ട്രീറ്റ്മെന്റ്, കുറച്ച് വൈകിയുള്ള ചികിത്സ. ഇനി നെക്സ്റ്റ് വൺ കാറ്റഗറി 3 വരുന്നത് മിനിമൽ ട്രീറ്റ്മെന്റ്, ഒരു ഏകദേശം എന്താണ് ഒരു പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ചികിത്സ. അത് പറയുന്നത് മൈനർ വൂൺസ്, സ്മോൾ ഫ്രാക്ചേഴ്സ്, സ്ട്രെയിനും കാര്യങ്ങളൊക്കെ. അതായത് അതിജീവിക്കാൻ എന്താ പറയുന്നത് മിനിമൽ അല്ല കാറ്റഗറി 3 കുറഞ്ഞ ചികിത്സ. അതായത് ചെറിയ മുറിവുകളൊക്കെ ഇല്ലേ, ചെറിയ മുറിവുകൾ, ഒടിവ്, ഉളുക്ക് എന്നൊക്കെ പറയില്ലേ നമ്മള്, സ്ട്രെയിൻ, ഉളുക്ക്, ഫ്രാക്ചർ, ഒടിവ് കേട്ടോ. ഇനി കാറ്റഗറി 4 വരുന്നത് എന്താണ്? 4 വരുന്നത് പ്രതീക്ഷിക്കുന്ന ചികിത്സ, എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്, പ്രതീക്ഷിക്കുന്ന ചികിത്സയാണ് കേട്ടോ. ഡൈയിങ് ഓർ ഇൻജോർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അവിടെ വരുന്നത് എന്താണ്? 4 വരുന്നത് നമുക്ക് അതിജീവിക്കാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ മരിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണ് കാറ്റഗറി 4 വരുന്നത് അല്ലെ. ഇപ്പൊ കാറ്റഗറി 4 വരുന്നത് അതിജീവിക്കാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസ്. ഓക്കെ, അതായത് മാരകമായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ച പേഷ്യൻസ് ആയിരിക്കാം കാറ്റഗറി 4 വരുന്നത്. ടാഗിങ്, നമുക്ക് ടാഗിങ് നോക്കാം. ഓരോ കളറുകൾ ടാഗ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യന്റ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റിൽ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോ ടാഗിങ് കേട്ടോ. ക്രിട്ടിക്കൽ പേഷ്യൻസിന് നമ്മൾ റെഡ് ടാഗ് ആണ് കൊടുക്കുന്നത്. റെഡ് അലർട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ മഴ മുന്നറിയിപ്പൊക്കെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, ഏറ്റവും കുറഞ്ഞതൊക്കെ യെല്ലോ അലർട്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ ആ ഇതുപോലെ തന്നെ ഓരോ ടാഗിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ പേഷ്യന്റിന് നമ്മൾ റെഡ് ടാഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഗുരുതര രോഗികൾക്ക് റെഡ് ടാഗ്, അവരാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ അർജന്റ് പേഷ്യന്റിന് യെല്ലോ ടാഗ് കൊടുക്കാം. സെക്കൻഡ് നമുക്ക് അവർക്ക് കൊടുക്കാം യെല്ലോ ടാഗ് അർജന്റ്. അതുപോലെ വാക്കിംഗ് വുണ്ടഡ്, ഗ്രീൻ ടാഗ്, അതായത് മുറിവേറ്റ് നടത്തം, മീൻസ് മുറിവേറ്റിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, അത്രയുള്ള പേഷ്യൻസ് ആണ് 3rd വരുന്നത് ഗ്രീൻ ടാഗ്. ഡെഡ്, ഇപ്പോ മരിച്ചു പോയിട്ടുള്ളവർ നമുക്ക് ബ്ലാക്ക് ടാഗ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ 4 ടൈപ്പ് ടാഗിങ് സിസ്റ്റമാണ് പറയുന്നത്. റെഡ്, ക്രിട്ടിക്കൽ, അർജന്റ്, യെല്ലോ, വാക്കിംഗ്, ഗ്രീൻ കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അറിയാലോ റെഡ് എന്ന് പറയുന്നത് കുറച്ച് ക്രിട്ടിക്കൽ ആണ് കേട്ടോ. Then next one സ്റ്റാർട്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. സ്റ്റാർട്ട് എന്നുള്ളാൽ അതിന്റെ ഫുൾ ഫോം ആണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തോളൂ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. Is the method of quickly recognize victims who have immediately life-threatening injuries and who have best chance of surviving. അല്ലെ, അതായത് എന്താണ്? ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കുകൾ ഉണ്ടായേക്കാം. പരിക്കുള്ളവരും അതുപോലെ തന്നെ അതിജീവിക്കാനായിട്ട് മികച്ച സാധ്യതയുള്ളതുമായിട്ടുള്ള ഇരകളെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതിയാണ് സിമ്പിൾ ട്രയേജ് അല്ലെ, സിമ്പിൾ ട്രയേജ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? അതായത് നല്ല പരിക്കുള്ള പേഷ്യൻസും ആണ്, പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് അവയാളെ റിക്കവർ ചെയ്ത് പൂർണ്ണാവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന തരത്തിലുള്ള പേഷ്യൻസിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് ഇപ്പൊ ഇനി പറയുന്നത്. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ട് ഈസ് ടു sort out victims into ambulatory, non-ambulatory by giving verbal instructions. അല്ലെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും?
വാക്കാലുള്ള നിർദ്ദേശങ്ങൾ, വെർബലി നമ്മൾ സംസാരിക്കുകയെ അങ്ങനെയുള്ള വാക്കാലുള്ള നിർദ്ദേശങ്ങൾ നൽകി അവരെ എന്താണ് തരംതിരിക്കുക. മീൻസ് അവര് എങ്ങനെയൊക്കെയാണ് നടക്കാൻ പറ്റുമോ സംസാരത്തിലൂടെ അങ്ങനെയൊക്കെ തരംതിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ റെസ്പിറേഷൻ ആണ് നോക്കുന്നത്, ശ്വാസം അല്ലെ. ശ്വസനം ഒരു 30 മിനിറ്റോളം ശ്വസനമൊക്കെ നിൽക്കുന്നുണ്ടോ. അതുപോലെ പെർഫ്യൂഷൻ നോക്കും. പെർഫ്യൂഷൻ ഇപ്പൊ പൾസ് ഉണ്ടോ, റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്, പൾസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഇനി നോക്കുന്നത് കാപ്പിലറി റീഫിൽ അല്ലെ. കാപ്പിലറി റീഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോ പ്ലാന്റ് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ് white to red in 2 hours. Mental status. Whenever she can flow commands treatment during. അതായത് ഇപ്പോ എന്താണ് ഒരു മാനസികതയില്ല, അവൾക്കൊരു കമാൻഡുകളൊക്കെ നൽകാൻ കഴിയോ, ചികിത്സ നൽകാൻ സാധിക്കോ, അല്ലെങ്കിൽ നഖം കിടക്കയിൽ ഒരു മീൻസ് നഖം കിടക്കയിൽ അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി അപ്പോ സ്റ്റാർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എളുപ്പമാണ്, നമുക്ക് നോക്കാം. സ്റ്റാർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യും, ഓപ്പൺ ദ എയർവേ. എയർവേ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യുന്നു. സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, രക്തസ്രാവമൊക്കെ ഒന്ന് നിർത്തുക. ഇനി ഇലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ഷോക്ക് മീൻസ് കാലുകളൊക്കെ ഒന്ന് ഉയർത്തി വെക്കുക ആളുടെ. ഇനി നമ്മൾ അത് എങ്ങനെയാണ് ഈ ഒരു ട്രയേജ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെയാണ് തന്നിരിക്കുന്നത്. എളുപ്പമാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പേഷ്യന്റ് ബ്രീത്തിങ്, ആള് ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ ശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ശ്വസിക്കുന്നു. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാം, ആള് ശ്വസിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്. അപ്പോ നമ്മൾ അവിടെ യെസ് അല്ലെ, ശ്വസിക്കുന്നുണ്ട് ആള്. അപ്പോ ഇപ്പൊ 30 മിനിറ്റ് ആണോ, 30 മിനിറ്റിൽ കുറവാണോ, 30 മിനിറ്റിൽ കൂടുതലാണോ ശ്വസിക്കുന്നതെന്ന് നോക്കാം അല്ലെ. 30 മിനിറ്റിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് കെയർ അപ്പൊ തന്നെ നൽകുക അല്ലെ, ഉടനടി പരിചരണം അല്ലെ നോക്കാം. ഇനി അതുപോലെ തന്നെ ഈ റേഡിയൽ പൾസ് ഉണ്ടോ, അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോ ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ, ബ്ലീഡിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇനി റേഡിയൽ പൾസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആസസ് ദ മെന്റൽ സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ മാനസിക വിലയിരുത്തണം അല്ലെ. ദെൻ അയാൾക്ക് അത് ക്ഷമയോടെ അത് കമാൻഡുകളൊക്കെ പാലിക്കാൻ സാധിക്കുന്നു. ഇനി അതുപോലെ തന്നെ മാനസിക നിലനിർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിട്ടുള്ള ക്ഷമയോട് കൂടി പരിഹരിക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് ബ്രീത്തിങ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, രോഗിയുടെ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ അത് ഓപ്പൺ ആവുന്നുണ്ടോ, തുറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പോ ഇല്ല, അപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ മരിച്ചു അല്ലെങ്കിൽ ആൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം അല്ലെ. ഇനി ശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾക്ക് ഇമ്മീഡിയറ്റ് കെയർ നൽകാം. ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ പറഞ്ഞെന്നുള്ളൂ. അതായത് ആൾക്ക് നമുക്ക് ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ട്രയേജ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു വ്യക്തി, ആളെ നമുക്ക് പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് രീതിയാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ട്രയേജും അതുപോലെ തന്നെ സ്റ്റാർട്ട് ട്രയേജ്, അതായത് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രയേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ട്രയേജും സ്റ്റാർട്ടും ആ ഒരു ഫുൾ ഫോമുകളും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, മതിയോ? ഇത്രയും കുറച്ച് കൂടുതൽ ലെങ്തി ആയിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ നമുക്കത് എക്സാം ഒക്കെ നടത്തണ്ടേ, അപ്പൊ അതിക്കുമ്പോൾ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പോകണം. പക്ഷെ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് അധികം റിപ്പീറ്റേഷനും അല്ലെങ്കിൽ എക്സ്പ്ലനേഷനും ഒന്നും ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് കുഴപ്പമില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. വലിയ ബുദ്ധിമുട്ട് തോന്നിയോ? ഇങ്ങനെയാ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് തോന്നിക്കാണും, പക്ഷെ നമുക്ക് ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവണമല്ലോ. അപ്പോ വലിയ ബുദ്ധിമുട്ടില്ല, എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, മനസ്സിലാകുന്ന തരത്തിലുള്ളതാണ്. അത്ര ടഫ് ആയിട്ടുള്ളതെല്ലാം കോമൺ ആയിട്ട് മീൻസ് ഡിസാസ്റ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണേ. അപ്പോ ഇതിൽ നിന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തരുന്നത്.
അപ്പൊ എന്ത് ചെയ്യാ, മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ ആണോ? എല്ലാവരും ആ ഒരു എടുത്തതിന്റെ ഒരു ഷോക്കിലാണോ? ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ നിങ്ങൾക്ക്? ലാസ്റ്റ് പോർഷൻ അല്ലേ, അപ്പൊ ഇച്ചിരി ജനറിക് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് വരില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് മൺഡേ നമുക്ക് കാണാം. ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ മൺഡേ കൊണ്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ, അപ്പൊ മൺഡേ ഇതുവരെയുള്ള ഭാഗം ഡിസാസ്റ്ററിന്റെ ഒന്ന് വായിച്ചിട്ടുണ്ടാവണം കേട്ടോ. വായിച്ചൊന്ന് മനസ്സിലാക്കിയേക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.